ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അപി വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മാണ്ഡൂക്യ ഉപനിഷത്തിലെ 12ാമത്തെ മന്ത്രം. അമാത്രശ്ചതുർത്ഥോ വ്യവഹാര്യ അപ്രപ്രപഞ്ചോപശമ ശിവോദ്വൈതം ഏവം ഓങ്കാര ആത്മൈവ സംവിശ്യത്യാത്മനാത്മാനം യ ഏവം വേദ. അമാത്രയായിട്ടുള്ളത്, മാത്രയില്ലാത്തതായ ഓങ്കാരം. അവ്യവഹാര്യ, വ്യവഹാരത്തിന് വിഷയമല്ലാത്തതും. പ്രപഞ്ചോപശമ, പ്രപഞ്ചത്തിൻ്റെ ഉപശമത്തോടു കൂടിയതും. ശിവനും. അദ്വൈത, അദ്വൈതവും ആയ. ചതുർത്ഥ, 4ാമത്തെ ആത്മാവ് തന്നെ ആകുന്നു. ഏവം, ഇപ്രകാരം. ഓങ്കാരം ആത്മാ ഏവ, ആത്മാവ് തന്നെ ആകുന്നു. യഹ്, ഏവൻ. ഏവം വേദ, ഇപ്രകാരം അറിയുന്നുവോ. സ, അവൻ. ആത്മനാ, ആത്മാവിനെ കൊണ്ട്. ആത്മാനം, ആത്മാവിൽ. സംവിശതി, പ്രവേശിക്കുന്നു, സംവേശിക്കുന്നു. മാത്ര ഒന്നുമില്ലാത്ത ഓങ്കാരം, അതായത് തുരീയം, കേവലനായ 4ാമത്തെ ആത്മാവ് തന്നെ ആകുന്നു. അതിൽ അഭിധാനാഭിധേയ രൂപങ്ങളായ വാക്കും മനസ്സും ക്ഷയിച്ചു പോകുന്നതിനാൽ അത് വ്യവഹാര്യത്തിന് വിഷയമാവുകയില്ല. അതിൽ പ്രപഞ്ചം ഉപശമമാകുന്നു. അത് ആനന്ദസ്വരൂപമായും അദ്വൈതമായും പര്യവസാനിക്കുന്നു. ഇങ്ങനെ മേൽപ്പറഞ്ഞ പ്രകാരമുള്ള വിജ്ഞാനത്തോടു കൂടിയവൻ പ്രയോഗിക്കുന്ന 3 മാത്രകളോടുകൂടിയ ഓങ്കാരം 3 പാദങ്ങളോടുകൂടിയ ആത്മാവ് തന്നെ ആകുന്നു എന്ന് മുൻപേ പറഞ്ഞു. പരമാർത്ഥദർശികളായ ബ്രഹ്മവിത്തുകളിൽ ആരാണോ ഇപ്രകാരം അറിയുന്നത്, അവർ തനിയെ തന്നെ പരമാർത്ഥികമായ ആത്മാവിൽ പ്രവേശിക്കുന്നു, ആത്മാവിനെ പ്രാപിക്കുന്നു. 3ാമത്തേതായ ബീജാവസ്ഥയെ ദഹിപ്പിച്ചിട്ട് ആ ബീജമില്ലാത്ത തുരീയനിൽ പ്രവേശിക്കുന്നത് കൊണ്ട് വീണ്ടും ജനിക്കുകയും ഇല്ല. രജ്ജുവിനെയും സർപ്പത്തെയും വേർതിരിച്ചറിയുമ്പോൾ രജ്ജുവിൽ പ്രവേശിക്കുന്ന സർപ്പം അവയെ തിരിച്ചറിഞ്ഞവർക്ക് ബുദ്ധി സംസ്കാരം നിമിത്തം മുമ്പിലത്തെ പോലെ വീണ്ടും ഉണ്ടാവുകയില്ല. എന്നാൽ മന്ദബുദ്ധികളും മധ്യബുദ്ധികളും സന്മാർഗഗാമികളുമായ സന്യാസികൾ സാധകന്മാരായിത്തീരുമ്പോൾ മാത്രകൾക്കും പാദങ്ങൾക്കും ക്ലിപ്തമായ സാമാന്യത്തെ അറിഞ്ഞ് വീണ്ടും വണ്ണം ഉപാസിക്കപ്പെടുന്ന ഓങ്കാരം അവർക്ക് ബ്രഹ്മപ്രാപ്തിക്ക് ആലംബനമായിത്തീരുന്നു. അവർക്കും ക്രമമായി മുക്തി ഉണ്ടാകുന്നതിന് വിരോധം ഇല്ലെന്ന് സാരം. ആശ്രമാസ്ത്രിവിധാഹീന ഇത്യാദി കൊണ്ട് ഇനി ഇക്കാര്യം പറയുകയും ചെയ്യാം എന്നാണ് പറയുന്നത്. ഓങ്കാരം പാദശോ വിദ്യാത് പാദാ മാത്രാന സംശയ. ഓങ്കാരം പാദശോ ജ്ഞാത്വാ ന കിം ചിദപി ചിന്തയേത്. ഓങ്കാരത്തെ പാദങ്ങളായി അറിയണം. പാദങ്ങൾ മാത്രകളാകുന്നു, അതിനൊരു സംശയവുമില്ല.
ഓങ്കാരത്തെ പാദങ്ങളായി അറിഞ്ഞാൽ പിന്നെ യാതൊരു പ്രയോജനത്തെക്കുറിച്ചും ചിന്തിക്കുകയില്ല. മുമ്പ് പറഞ്ഞ സാമാന്യങ്ങൾ അനുസരിച്ച് 3 പാദങ്ങൾ തന്നെയാണ് മാത്രകൾ. ആ മാത്രകൾ തന്നെയാണ് പാദങ്ങളും. അതിനാൽ ഓങ്കാരത്തെ ആ പാദങ്ങളായി അറിയണം. ഇപ്രകാരം ഓങ്കാരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് കൃതാർത്ഥനാകുന്നതുകൊണ്ട് അവൻ ദൃഷ്ടാർത്ഥമോ അദൃഷ്ടാർത്ഥമോ ആയ യാതൊരു പ്രയോജനത്തെയും കുറിച്ച് ചിന്തിക്കുകയില്ല എന്ന് കാരികം. യുഞ്ജീത പ്രണവേ ഛേദ പ്രണവോ ബ്രഹ്മനിർഭയം പ്രണവേ നിത്യയുക്തസ്യ ന ഭയം വിദ്വതേ ക്വചിത്. പ്രണവത്തിൽ ഓങ്കാരത്തിൽ ഛേദസ്സിനെ മനസ്സിനെ യോജിപ്പിക്കണം. പ്രണവം നിർഭയമായ ബ്രഹ്മമാകുന്നു. പ്രണവത്തിൽ നിത്യയുക്തനായിട്ടുള്ളവന് ഒരിടത്തു നിന്നും ഭയം ഉണ്ടായിരിക്കുകയില്ല എന്നാണ് ഈ കാരികയിൽ പറയുന്നത്. മുകളിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള പ്രകാരമുള്ള പരമാർത്ഥരൂപമായ ഓങ്കാരത്തിൽ മനസ്സിനെ ഏകാഗ്രമായി നിർത്തണം. എന്തെന്നാൽ പ്രണവം നിർഭയമായ ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മത്തിൽ എപ്പോഴും മനസ്സിനെ നിർത്തുന്നവന് ഒരിടത്തും ഭയമുണ്ടാവുകയില്ല. വിദ്വാൻ ന ബിഭേദി കുതശ്ചന. ബ്രഹ്മത്തെ അറിയുന്നവൻ ഒന്നിൽ നിന്നും ഭയപ്പെടുകയില്ല എന്ന് ശ്രുതിയും ഉണ്ട്. പ്രണവോഹ്യപരം ബ്രഹ്മ പ്രണവശ്ച പരസ്മൃത അപൂർവോനന്തരോ ബാഹ്യോ നപര പ്രണവോ വ്യയ. പ്രണവം അപരമായ ബ്രഹ്മം തന്നെയാണ്. പ്രണവം പരനായിട്ടും പരമാത്മാവായിട്ടും സ്മരിക്കപ്പെട്ടിരിക്കുന്നു. പ്രണവം അപൂർവനും മുമ്പിൽ ഒന്നും ഇല്ലാത്തവനും കാരണരഹിതനും ഭിന്നജാതീയമായി യാതൊന്നുമില്ലാത്തവനും താനല്ലാതെ വേറൊന്നും ഇല്ലാത്തവനും അപരമായി യാതൊന്നുമില്ലാത്തവനുമായ അവ്യയൻ ആകുന്നു. പ്രണവം പരബ്രഹ്മസ്വരൂപമാകുന്നു എന്നർത്ഥം. മന്ദന്മാരോ മധ്യമന്മാരോ ആയ അധികാരികൾക്ക് പ്രണവം പരാപരബ്രഹ്മരൂപത്തിൽ ധ്യാനിക്കപ്പെടേണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സാരം. എന്നാൽ പരമാർത്ഥത്തിൽ മാത്രാരൂപങ്ങളായ പാദങ്ങൾ ക്ഷയിക്കുമ്പോൾ പ്രണവം പരനായ ആത്മാവാകുന്ന ബ്രഹ്മം തന്നെയാകുന്നു. അതിനു മുൻപിൽ യാതൊന്നും ഇല്ല, അതിനൊരു കാരണവും ഇല്ലെന്ന് സാരം. ഇതിൻ്റെ ജാതിയിൽ പെടാത്തതായി വേറൊന്നും ഒരിടത്തുമില്ല. ഇതല്ലാതെയും വേറൊന്നുമില്ല. ഇതിൽ നിന്നും യാതൊന്നും ഉണ്ടാകുന്നതുമില്ല. ഇത് ഇന്ദുപ്പ് കട്ടി പോലെ അകവും പുറവും ഒരുപോലെ ഉള്ളതാകുന്നു. ഉത്തമാധികാരികൾ സമ്യജ്ഞാനത്താൽ സർവവിശേഷശൂന്യവും ഏകരസവും പ്രത്യക്ഷസ്വരൂപവുമായ ബ്രഹ്മമായി പ്രണവത്തെ അറിയുന്നു എന്ന് സാരം. സർവസ്യ പ്രണവോഹ്യാദി മധ്യമന്തസ്ഥതൈവ ഏവം ഹി പ്രണവം ജ്ഞാത്വാ വിഷ്ണുദേ തദനന്തരം. എല്ലാത്തിനും ആദിയും ഉൽപ്പത്തിയും മധ്യവും സ്ഥിതിയും അന്തവും നാശവും പ്രണവം തന്നെയാകുന്നു. ഇങ്ങനെ പ്രണവത്തെ അറിഞ്ഞാൽ അതുമായി ഭേദമില്ലായ്മയെ പ്രാപിക്കുന്നു. മായാഗജം രജ്ജുസർപ്പം മൃഗതൃഷ്ണിക സ്വപ്നം മുതലായതുപോലെ ഉൽപ്പതിക്കുന്ന ആകാശാദി പ്രപഞ്ചത്തിനെല്ലാം ഉൽപ്പത്തിയും സ്ഥിതിയും നാശവും മായാഹസ്ത്യാദികൾക്കു മായാവി മുതലായവർ എന്ന പോലെ പ്രണവം തന്നെയാണ്. ഇപ്രകാരം മായാവി മുതലായവരുടെ സ്ഥാനത്തുള്ള പ്രണവസ്വരൂപനായ ആത്മാവിനെ അറിഞ്ഞാൽ ആ ക്ഷണത്തിൽ തന്നെ ആ ആത്മാവായി തീരും എന്നാണ് ഇവിടെ പറയുന്നത്. പ്രണവം ഹി ഈശ്വരം വിദ്യാത് സർവസ്യ ഹൃദി സംസ്ഥിതം സർവവ്യാപിന ഓങ്കാരം മത്വാ ധീരോ ന ശോചതി. പ്രണവത്തെ ഓങ്കാരത്തെ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനാണെന്ന് അറിയണം. ആ പ്രണവത്തെ ഓങ്കാരത്തെ സർവവ്യാപിയായി ആകാശം പോലെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന അസംസാരിയായ ആത്മാവായി
മനനം ചെയ്തു കഴിഞ്ഞാൽ ആ ധീരൻ, ബുദ്ധിമാൻ ഒരിക്കലും ശോചിക്കുന്നില്ല എന്നാണ് ഈ കാരികയിൽ പറയുന്നത്. പ്രണവത്തെ എല്ലാ പ്രാണി സമൂഹത്തിനും സ്മൃതിക്കും ബോധത്തിനും സ്ഥാനമായ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈശ്വരനാണെന്നറിയണം. ഓങ്കാരത്തെ സർവവ്യാപിയും അസംസാരിയുമായ ആത്മാവെന്ന് മനനം ചെയ്തിട്ട് സാക്ഷാത്കരിച്ചിട്ട് ഇരിക്കുന്ന വിവേകി ഒരിക്കലും ദുഃഖിക്കുകയില്ല. എന്തെന്നാൽ ദുഃഖത്തിന് പിന്നെ വഴിയില്ല, ശോകത്തിന് പിന്നെ വഴിയില്ല. ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് ശോകം ഉണ്ടാകുന്നത്. ശോകത്തിന് കാരണം അതാണ്, ആ ഒരു അജ്ഞാനമാണ്. ഓങ്കാരത്തെ ആലംബനമാക്കിയുള്ള അഭിധ്യാനത്താൽ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചാൽ പിന്നെ ഒരിക്കലും ശോകം ഉണ്ടാവുകയില്ല. തരതി ശോകമാത്മവിത്ത്, ആത്മജ്ഞാനി ശോകത്തെ തരണം ചെയ്യും എന്നും ശ്രുതികൾ പറയുന്നുണ്ട്. ഇവിടെ മാണ്ഡൂക്യ ഉപനിഷത്തിലെ 12ാമത്തെ മന്ത്രം അവസാനിച്ചു. മാണ്ഡൂക്യ ഉപനിഷത്തിലെ അവസാനത്തെ മന്ത്രമാണ്. ഇതോടുകൂടി ഈ മാണ്ഡൂക്യ ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനം സമാപിച്ചു. നമസ്കാരം, നന്ദി.